നാരായണ 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 ശ്രീമന്നാരായണയം ദശകം 47 ഉലൂഖലബന്ധനം 47 48 ദാമോദര ലീല വർണ്ണിക്കുന്നു. നമുക്കത് കേൾക്കാം. ഓം ഏകദാദധി വിമാധകാരിണിം മാതരം സമുപസേതി വൻ ഭവൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യപിവൻ പയോധരൗ. ഏകദ ഭഗവാനെ ഒരിക്കൽ അങ്ങ് ദധി വിമാധകാരിണിയും, ദധി എന്ന് പറഞ്ഞാൽ തൈര് വിമാധനം ചെയ്യുക, കടയ. ദധി വിമാധകാരിണിയും, തൈര് കടയുന്നതായിട്ടുള്ള മാതരം യശോദ മാതാവിനെ, അമ്മയെ സമുപസേദിവാൻ പ്രാപിച്ചവനായി, ഉപസേദിവാൻ സമുപസേദിവാൻ, ഉപസേദിവാൻ എന്ന് പറഞ്ഞാൽ വരിക അല്ലെങ്കിൽ അടുത്തെത്തുക, സേവിക്കുക. എന്തായാലും സമുപസേദിവാൻ, അപ്പോൾ അമ്മയുടെ അടുത്തെത്തിയിട്ട് സ്തന്യ ലോലുപതയ, മുലപ്പാൽ കുടിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട്, അതൊരു ലാലസത്വം, അതേപോലെ ആഗ്രഹം, അതൊരു കളിയായിട്ടുള്ളൊരാഗ്രഹം, അങ്ങനെയുണ്ട്. ലോലുപതയ, ഈ ലംബടത്വം എന്നൊക്കെ പറയില്ലേ, അത് നെഗറ്റീവാണെങ്കിൽ ഇത് പോസിറ്റീവാണ്, അത്രയും വ്യത്യാസം. ഇപ്പം സ്തന്യ ലോലുപതയ, മുല കുടിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നിവാരയൻ, അപ്പം ആ സമയത്ത് തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ. ആ തൈര് കടലിനെ അങ്ങോട്ട് തടഞ്ഞു. നിവാരയൻ, തടഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്തന്യം കുടിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് വന്നു, തൈര് കടയുന്നതിനെ തടുത്തു. അംഗമേത്യ, അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിത്തട്ടിൽ കയറിയിരുന്നു, അല്ലെങ്കിൽ അമ്മ മടിത്തട്ടിൽ വെച്ചു. ഉണ്ണിയെടുത്തു, മടിയിൽ വെച്ചു. എന്നിട്ടോ പയോധരവും പവിവാൻ, ഈ സ്ഥാനങ്ങൾ പയസ്സിനെ ധരിക്കുന്നതാണ് പയോധരം. പയസ്സം എന്ന് പറഞ്ഞാൽ പാലിനെ കൊണ്ട് നടക്കുന്നത്, അതാണ് പയോധരം. പയോധരവും സ്തന്യം. അങ്ങനെ ആ സ്തനം പവിവാൻ നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി. ഇപ്പം അമ്മ തൈര് കിടക്കുന്ന സമയത്ത് ഉണ്ണി വന്നു. ആ സമയത്ത് അമ്മ കണ്ടില്ല, അമ്മ കണ്ണടച്ചിട്ടായിരുന്നു. അപ്പോൾ തൈര് കലക്കുന്നതിനെ തടുത്തു, കൈ കടകൊലമ്പ് വെച്ചു എന്നാണ്. ഏതായാലും അത് കഴിഞ്ഞ് അപ്പോൾ അമ്മ അമ്മയ്ക്ക് ആളെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അമ്മ വേഗം എടുത്തു. സാധാരണ മക്കളെ കണ്ടാൽ വേഗം ആ രീതിയിലല്ല, വാശിക്കാരനാണെന്നുള്ള നിലയ്ക്കാണ്, അത്രയേ ഉള്ളൂ. കൃഷ്ണൻ്റേതായിട്ടുള്ള കൗതുകങ്ങളും ആ പ്രവൃത്തികളിലുള്ള കൗതുകങ്ങൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് ഉണ്ണിയെ വേഗം എടുത്തു, മടിയിലിരുത്തി, എന്നിട്ട് തന്നെ കൊടുത്തു. ഏകദാദധി വിമാധകാരിണിം മാതരം സമുപസേതി വൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യപിവൻ പയോധരൗ. അർത്ഥപീതകുജകുഡ്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശദഹനേ പരിസൃതം ധർത്തുമാശു ജനനീ ജഗാമസ്തേ. അല്ലയോ ഈശ്വര, ഭഗവാനെ മേൽപ്പത്തൂര് വിളിക്കുകയാണ് ശ്രീകൃഷ്ണൻ. സ്നിഗ്ധഹാസമധുരാനനാംബുജേ, സ്നിഗ്ധമായിട്ടുള്ള സ്നേഹം, എത്രത്തോളം സ്നേഹം അത്രത്തോളം, മാത്രമല്ല ഹാസം, അപ്പോൾ പുഞ്ചിരി, സ്നേഹപുഞ്ചിരി, മധുരമായിട്ടാണ്. അതേപോലെ മധുര ആനനമാണ്. ആനനം എന്ന് പറഞ്ഞാൽ മുഖം. അപ്പോൾ മധുരമായിട്ടുള്ള മുഖം, അത് താമരമുഖമാണ്. അപ്പോൾ സ്നേഹത്തോട് കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മധുരമായിട്ടുള്ള ആ മുഖത്തെ, താമരമുഖത്തെ ത്വയി അങ്ങ് അർത്ഥപീത കുച കുഡ്മളെ, അർത്ഥപീത മുഴുവൻ കുടിച്ചില്ല, പകുതി കുടിച്ചു. കുച കുഡ്മളെ, അതുപോലെ ഈ സ്തന്യപാനം പൂർത്തിയായില്ല, അതിൻ്റെ മുന്നേ പകുതിക്ക് ആയപ്പോഴേക്കും തേ ജനനി, അങ്ങയുടെ അമ്മ യശോദാമ്മ, ദഹനെ തീയിലേക്ക്, പരിസൃതം ഒഴുകിപ്പോകുന്നതായിട്ടുള്ള, മറ്റേ തീയിലേക്ക് കവിഞ്ഞ് മറിഞ്ഞതായിട്ടുള്ള, ദുഗ്ധം പാല്, ധർത്തും അത് എടുക്കാനായിട്ട്, തടയാനായിട്ട്, ആശു വളരെ പെട്ടെന്ന് തന്നെ ജഗാമ അകത്തേക്ക് പോയി. അപ്പോൾ
പകുതി പാല് മുല കുടിക്കൽ കഴിഞ്ഞു, പക്ഷേ മുഴുവനായില്ല. ആ സമയത്ത് ഈ ഉണ്ണി നല്ലോണം സന്തോഷിച്ചും കൊണ്ട് പാല് കുടിക്കുകയാണെന്നുള്ളതാണ്. സ്നേഹത്തോട് കൂടിയിട്ട് താമരമുഖത്തെ പുഞ്ചിരിക്കുന്ന രീതിയിൽ അമ്മേ എന്ന് വിളിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മുല കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് പുഞ്ചിരിച്ചും കൊണ്ട് ഇങ്ങനെ മുല കുടിക്കൽ പകുതി ആയപ്പോഴാണ് അമ്മ ഒന്ന് നോക്കിയപ്പോഴാണ് തീയിലേക്ക് പാലിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പാത്രം ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങടെ അകത്തേക്ക് പോയി. അപ്പോൾ ഉണ്ണിയെ താഴത്തേക്ക് വെച്ചിട്ടാണ് അകത്തേക്ക് പോയത്. അർത്ഥപീത കുചകുഡ്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശദഹനേ പരിശ്രുതം ധർത്തുമാശു ജനനീ ജഗാമതേ സാമിപീത രസഭംഗസംഗതക്രോധഭാരപരിഭൂതചേതസ മന്ദദണ്ഡമുപഗുഹ്യ പാടിതം ഹന്തദേവദധിഭാജനം ത്വയാ. ഹേ ദേവ, അല്ലേ ഗുരുവായൂരപ്പ, സാമിപീത രസഭംഗ സംഗത ക്രോധ ഭാര പരിഭൂത ചേതസ. സാമിപീത പകുതി കുടിച്ച എന്ന് സാരം. അവിടെ അർത്ഥപീത എന്ന് പറഞ്ഞു, ഇവിടെ സാമിപീത എന്ന് പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെ. പകുതി കുടിച്ച മാത്രമല്ല രസഭംഗം വന്നു എന്നാ. രസം കുടിക്കുന്നത് വളരെ രസിച്ചും കൂടാ, അതിന് ഭംഗം വന്നു, അത് തടയപ്പെട്ടു. സംഗത ക്രോധ, അപ്പം എന്തായി? ക്രോധം എന്നുള്ള ഭാവം ചേർന്നു പോയി. മാത്രമല്ല ക്രോധം ഭാരമായിട്ട് അത്രയും കൂടുതൽ ഭാരം. ക്രോധ ഭാരം, രസഭംഗ സംഗത ക്രോധ ഭാര പരിഭൂത ചേതസ. അതുകൊണ്ട് ഈ കോപം അങ്ങോട്ട് കൂടിയിട്ട് അതങ്ങോട്ട് നിറഞ്ഞു. എത്ര ഉണ്ണിയുടെ കോപം മാക്സിമത്തിലെത്തി എന്ന് സാരം. മുല ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നിർത്താന്ന് പറഞ്ഞാൽ ചുണ്ടി വരില്ലേ കുട്ടിക്ക്. അപ്പോൾ ഉണ്ണിക്ക് ചുണ്ടി വന്നു, അത്രയേ ഉള്ളൂ. ഉണ്ണി നല്ലോണം ചുണ്ടി എടുത്തു. അത് പകുതി കുടിച്ച മുല നന്നായിട്ട് കുടിക്കുമ്പോൾ അതിന് മുടക്കം വന്നപ്പോൾ രസം നഷ്ടപ്പെട്ടു. അതുകൊണ്ടുണ്ടായിട്ടുള്ള കോപം അതങ്ങോട്ട് നിറഞ്ഞു. എന്നിട്ടോ ആ മനസ്സോട് കൂടിയിട്ട് ചേതസ ത്വയാ, അങ്ങയാൽ ഭഗവാനെ അങ്ങെന്ത് ചെയ്തു? മന്ദദണ്ഡം, ഈ കടകോല് ഉപഗ്രഹ്യ, അതിങ്ങോട്ട് എടുത്തു. കടകോലിങ്ങനെ കലത്തിലിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ ആ കടകോല് എടുക്കാൻ വളരെ എളുപ്പമാണ്. അത് എടുത്തു. ദധിഭാജനം, എന്നിട്ടോ ആ ദധി എന്നുള്ളത് തൈര് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആ കുടത്തിൽ. അപ്പം അത് ആ പാത്രം ഹന്ത പാടിതം, അതങ്ങോട്ട് പൊട്ടിച്ചു. ഒരൊറ്റ അടി കൊടുത്തു. അത് കാരണം അതാണ് പൊട്ടിപ്പോയി. സാമീപീതരസഭംഗ സംഗത ക്രോധഭാര പരിഭൂത ചേതസ മന്ദദണ്ഡമുപഗുഹ്യ പാടിതം ഹന്തദേവദധിഭാജനം ത്വയാ. ഈ പകുതി മുല കുടിച്ചപ്പോൾ വയറ് നിറഞ്ഞില്ല, തൃപ്തി വന്നില്ല. ആ സമയത്ത് പെട്ടെന്ന് അമ്മ നീട്ടി കഴിഞ്ഞപ്പോൾ ഈ രസഭംഗം വന്നു. അപ്പോൾ ഉണ്ടായിട്ടുള്ള ക്രോധം അതങ്ങോട്ട് മാക്സിമത്തിലെത്തി. അപ്പോൾ അമ്മ പോവുകയും ചെയ്തു. ചുണ്ടി വന്നു, കടകോലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്ന് കടകോല ഇങ്ങോട്ട് ഊരിയെടുത്തു. ആ മൺകലത്തിൽ ഒരടി കൊടുത്തു, അത് പൊട്ടിപ്പോയി. ഉച്ചലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുത ത്വദ്യശോ വിസരവദ്ദർശസാ സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. തഥാ ഉച്ചകൈഹി ഉച്ചലത് ധ്വനിതം. ആ സമയത്ത് ഉച്ചകൈഹി ഉച്ചത്തില്, ഉച്ചലത് ഉയർന്നതായിട്ടുള്ള ധ്വനിതം ശബ്ദം, നിശമ്യ കേട്ടിട്ട്, സമാദ്രുത ഓടി വന്നതായിട്ടുള്ള സാ ജനനി. തൈര് കലം പൊട്ടിച്ചപ്പോൾ അതിനൊരു ശബ്ദം ഉണ്ടായി. അത് ഉറക്ക ശബ്ദം ഉണ്ടായി എന്ന് യശോദയ്ക്ക് തോന്നീന്ന. ഒരു തൈര് കലം പൊട്ടിച്ചാൽ അത്ര ശബ്ദം ഉണ്ടാവുക, ഇത്രേ ഉള്ളേ. അതാണ് പരക്കം ചെയ്തത് ആ തൈര് മുഴുവൻ. അല്ലാണ്ട് വലിയൊരു കടകോല് മറ്റേ ഒരു വലിയൊരു പാത്രം പൊട്ടിക്കണം അങ്ങനെയുള്ള വിഷയമൊന്നും ഇല്ലേ. ഒരു കടകോല്, ഒരു തൈര് കലം, അത് പൊട്ടിച്ചു. അപ്പം അതിൻ്റെ ചെറിയൊരു ശബ്ദം ഉണ്ടായി. പക്ഷെ ആ ശബ്ദം ആർക്ക്? യശോദയ്ക്ക് വലിയ ശബ്ദമായിട്ട് തോന്നി. അതാണ് ഉച്ചകൈ ഉച്ചലത് ധ്വനിതം. വളരെ ഉച്ചത്തിൽ തന്നെ ഉയർന്നതായിട്ടുള്ള ആ ശബ്ദം സന്നിശമ്യ നന്നായിട്ട് കേട്ടു എന്നാ. വെറുതെ നിശമ്യാന്നേ കേട്ടു, ശരിക്കും വേണ്ടു. സന്നിശമ്യ നന്നായിട്ട് കേട്ടു. എന്നിട്ടോ സമാദ്രുത ഓടി വന്നു.
വേഗത്തിൽ ഓടി വന്നു എന്നാ. എന്നിട്ടോ സാ ജനനി, ആ അമ്മ, ത്വത് യശോ വിസരവത്, അങ്ങയുടെ യശസ്സിന്റെ അതിങ്ങനെ വ്യാപിക്കുന്ന ഒരവസ്ഥയില്ല, പരന്ന ഭഗവാന്റെ യശസ് എല്ലാ ദിക്കിലും എത്തിയിരുന്നു, ലോകം മുഴുവൻ. അപ്പൊ അതേപോലെ തന്നെ സദ്യഹ ഏവ, ആ ത്വത് യശോ വിസരവത് സദ്യഹ ഏവ, ഭഗവാന്റെ ഈ യശസ് ഇങ്ങനെ പരക്കുന്നത് പോലെ ക്ഷിതവും ആ ഭൂമിയില് വിസ്തൃതം വ്യാപിച്ചു. എന്താ വ്യാപിച്ചത്? ദധി, തൈര് ആ ഭൂമി മുഴുവൻ എന്ന് വെച്ചാൽ ആ മുറി മുഴുവൻ പരന്നു എന്നർത്ഥം. അതിനുള്ളതുണ്ട് തൈര്. ദദർശ, അത് അമ്മ കണ്ടു, യശോദ കണ്ടു. യശോദ ഇങ്ങനെ ഉച്ചത്തിലൊരു ശബ്ദം കേട്ടു. ഓടി വന്ന് നോക്കിയപ്പോൾ ഭഗവാന്റെ യശസ് ലോകം മുഴുവൻ എങ്ങനെയാണോ പരന്നത്, അതേപോലെ ഈ തൈര് കലത്തിലെ തൈര് ഉണ്ണി ഇത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പരന്നു. അത് മുറി മുഴുവനെ പരന്നു എന്നാ, എല്ലാ ദിക്കിലേക്കും എത്തി. ആകെ എത്തിയേ ഉള്ളൂ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭഗവാനാ പൊട്ടിച്ചതേ. അപ്പം അതിൻ്റെ ആ ഉള്ളിലേക്കാണ് കയറി, യശോദയുടെ ഉള്ളിലേക്കാണ് കയറി. അപ്പം അതിനെ കുറച്ചൊരു അതിശയോക്തി കലർത്തിയിട്ടാണ് ഈ വലിയൊരു ശബ്ദം കേട്ടു എന്നൊക്കെ പറയാനുള്ള കാരണം. ചെയ്തതാരാ? ഭഗവാനാ ചെയ്തത്. അതുകൊണ്ടാണ്. ആരാ കേട്ടത്? യശോദയാ കേട്ടതേ. അപ്പം അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ഇനി ഇപ്പം ഈ നടക്കാൻ പോകുന്ന രംഗം യശോദയുടെ മനസ്സിൽ കൃഷ്ണന് 85 വയസ്സ് വരെ ഇത് കൊണ്ട് നടക്കേണ്ടി വന്നിട്ടുണ്ട് യശോദയ്ക്ക്. അതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കയറുകൊണ്ട് ഉദരത്തിൽ കെട്ടലേ. അത് 85 വയസ്സ് വരെ, ഇപ്പം 3 വയസ്സേ ആയിട്ടുള്ളൂ ഉള്ളിക്ക്. അതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ അതിശയോക്തി കൊടുക്കാനുള്ള കാരണം. തഥാ ഉച്ചകൈഹി ഉച്ചലത് ധ്വനിതം സന്നിശമ്യ സമാദൃത സാ ജനനി ത്വത് യശോ വിസരവത് സദ്യയേവ ക്ഷിതൗ വിസ്തൃതം ദധി ദദർശ. ഇത് സത്യം പറഞ്ഞാൽ 1-2 വാക്കുകൊണ്ട് ഒരു വരിയിൽ ഒതുക്കാവുന്ന ആ ഒരു ധ്വനിയാണ്. പക്ഷെ അത് ഈ സന്ദർഭം, ഈ കഥാസന്ദർഭം അത് കരുതി കൂട്ടിയിട്ടാണ് പണ്ഡിതനായിട്ടുള്ള മേൽപ്പത്തൂര് ഇങ്ങനെ ചേർക്കാൻ കാരണം എന്നർത്ഥം. മറ്റൊരു കലം പൊട്ടിച്ചു, ശബ്ദം കേട്ടു വന്നു, കലം പൊട്ടിയത് ശബ്ദം കേട്ടു വന്നു, അപ്പം തൈര് പലന്ന് കണ്ടു. അത്രയേ വേണ്ടു, ഒരു വരിയേ വേണ്ടു എല്ലാം കൂടിയിട്ട്. ഉച്ചലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദൃത ത്വദ്യശോ വിസരവദ്ദർശ സാ സദ്യയേവ ദധി വിസ്തൃതം ക്ഷിതൗ. അപ്പം അത്രയും കാര്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വിശദീകരിച്ച് പറയാനുള്ള കാരണം. വേദമാർഗ പരിമാർഗിതം രുഷ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്തദർശ സുഹൃതിന്നുലൂഖലേ ദീയമാന നവനീതമോദവേ. വേദമാർഗ പരിമാർഗിതം, വേദമാകുന്ന മാർഗത്തിലൂടെ അന്വേഷിക്കപ്പെടുന്നതായിട്ടുള്ള ത്വാം അവീക്ഷ്യ, ആ ഭഗവാനെ കണ്ടപ്പോ. അതാണ് വേദമാർഗത്തില് എന്ന് വെച്ചാൽ അറിവിന്റെ ഏതൊക്കെ മാർഗങ്ങൾ എടുത്താലും, ഇവിടെ വേദം എന്ന് മാത്രമല്ല, വേദം എന്ന് മാത്രമായ മതിയാവില്ല. ഇപ്പോൾ ഇവിടെ വേദം എന്ന് മേൽപ്പത്തൂർ ഉദ്ദേശിച്ചത് അറിവിന്റെ ഏതൊക്കെ രൂപത്തില് ഭഗവാനെ, യോഗമാർഗം, അഷ്ടാംഗ യോഗമാർഗം തുടങ്ങിയിട്ടുള്ള പലതും ഉണ്ടല്ലോ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നായിട്ട് മാർഗിതം പരിമാർഗിതം എല്ലാ ദിക്കിലും അന്വേഷിക്കുന്നതായിട്ടുള്ള ത്വാം അങ്ങയെ അവീക്ഷ്യ കാണാതെ കണ്ട്. ഇപ്പം യോഗികളൊക്കെ ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട്, അതേപോലെ കുറേ ഉപാസനകളെ കൊണ്ട്, തപസ് ചെയ്തുകൊണ്ട്, അതൊക്കെ പലതരത്തിൽപ്പെട്ടതാണ്. സ്ഥിരമായിട്ട് ഗൃഹസ്ഥ ധർമ്മം ചെയ്തുകൊണ്ട് പലതുകൊണ്ട്, പലതരത്തിലും ഇത് ഈ സ്ഥിരമായിട്ടുള്ള ഉപാസനാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മഠത്വം വഴി ചെയ്യണതായാലും ശരി, ഇനി ജ്ഞാനമാർഗം കൊണ്ട്, ഇനി കർമ്മമാർഗം കൊണ്ട്, കർമ്മയോഗമായിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതൊക്കെ അന്വേഷണം തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും മഹാതപസ്സികളായിട്ട് ഓങ്കാരമൊക്കെ ഇരുന്ന് ജപിച്ച ഹിമാലയത്തിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് തപസ് അനധികാലം ചെയ്തിട്ടും കിട്ടാത്തതായിട്ടുള്ള ഈ ഭഗവാനെയാണ് ഇപ്പോൾ യശോദ അന്വേഷിക്കുന്നത്. എവിടെ കൃഷ്ണൻ എന്ന് അന്വേഷിക്കണത്? ഇത് കണ്ടില്ല. യശോദയ്ക്ക് കൃഷ്ണനെ കാണാൻ സാധിച്ചില്ല, എവിടെയാണ് ശരിയാ. അപ്പോൾ സുഹൃതിനി അടുത്ത അതാണ്. കാരണം കുറച്ച് പുണ്യം ചെയ്തത് കൊണ്ടാണ് കൃഷ്ണനെ മകനായിട്ട് കിട്ടിയത്, വെറുതെ കിട്ടിയതല്ല. അപ്പം ആ കൃഷ്ണനെ, ഈ പരബ്രഹ്മത്തെ അസൗ, ഈ യശോദ ഉലൂഖലെ, ഉരൽപ്പരയിലെ ഒരു ഉരലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നവനീതം, ഈ വെണ്ണ ഓതവേ, പൂച്ചയ്ക്ക് പൂച്ചക്കുട്ടികൾക്ക് അതാണ് ഓതവേ.
പിന്നെ ദീയമാനം കൊടുക്കുന്നതായിട്ട് സന്തദർശ കണ്ടു. കുരങ്ങന്മാർക്ക്, പൂച്ചക്കുട്ടികൾക്ക്, തത്തയ്ക്ക്, ഇപ്പൊ പക്ഷിമൃഗാദികൾക്കൊക്കെ കൊടുത്തു എന്ന് സാരം. അതാണ് കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം ഈ പക്ഷിമൃഗാദികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. വേദമാർഗ പരിമാർഗിതം രുഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്തദർശ സുഹൃതിന്നുലൂഖലേ ദീയമാന നവനീതമോദവേ ത്വാം പ്രഗൃഹ്യ ബദ ഭീതിഭാവനാ ഭാസുരാനന സരോജമാശുസാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദതേ സാ ഭീതിഭാവന ഭാസുരാനന സരോജം. ആ യശോദ ഭീതിഭാവന, ഭീതി, ഭയം അങ്ങനെ ഭാവിക്കുക, ഇത്രയേ ഉള്ളൂ. ഭയം ഭാവിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഭയം അഭിനയിക്കുക. ഒരു ഭയഭാവനയോട് കൂടിയിട്ട്, ഇപ്പൊ ഭയം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട്, ഭാസുരാനന അതിമനോഹരമായിട്ടുള്ള മുഖത്തോട് കൂടിയിട്ട്, അതും സരോജം ഒപ്പം കൂട്ടിച്ചേർത്തു, താമരമുഖത്തോട് കൂടിയിട്ട്, ഭയം അഭിനയിക്കുന്നതായിട്ടുള്ള മുഖത്തോട് കൂടിയിട്ട് ഭഗവാനെ കണ്ടു എന്നാ. ഭയപ്പെട്ട ഉണ്ണിയെ കണ്ടു എന്നേ പറയുള്ളൂ. ഭയപ്പെട്ടതായിട്ടുള്ള, ഭയം അഭിനയിക്കുന്നതായിട്ടുള്ള ഉണ്ണി, അതും താമരമുഖമുള്ള ഉണ്ണി. അപ്പോൾ ആ അമ്മ ഭീതി ഭാവന ഭാസുരാനന സരോജം, ഭയം അഭിനയിക്കുന്നത് പോലെ ഈ താമരമുഖത്തെ ഒരു നാട്യം കൊണ്ട് അമ്മയെ വശീകരിച്ചു. അതാണ് ഉണ്ടായത്. ത്വാം ആശു, ആ അമ്മയെ കണ്ടപ്പോൾ അങ്ങ് വളരെ പെട്ടെന്ന് പ്രഗ്രഹിക്കുക, മുറുകെ പിടിച്ചു. എന്നിട്ടോ അങ്ങയെ പെട്ടെന്ന് അമ്മ പിടിച്ചു. അമ്മ അത്ര പെട്ടെന്നൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഓടി പിന്നാലെ പോയിട്ട് കുറച്ച് കഷ്ടപ്പെടുത്തി. യശോദയുടെ ക്ഷീണമൊക്കെ കണ്ടപ്പോൾ ഗോപികമാരൊക്കെ ഒന്നിങ്ങനെ പരിഭ്രമിച്ച് ചിരിച്ചു, ഒന്ന് കളിയാക്കി ചിരിച്ചു. അപ്പോഴാണ് യശോദ എൻ്റെ അമ്മയെ കളിയാക്കണ്ട എന്ന് തിരിച്ച് ഉണ്ണി ഗോപികമാരോട് പറഞ്ഞ്, കാണിച്ചു തരാൻ ഞാൻ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് ഉണ്ണിക്ക് ഈ ഉണ്ണി അമ്മയ്ക്ക് പിടിക്കാൻ കിട്ടിയത്. അപ്പം അങ്ങനെ ഉണ്ണിയെ പിടിച്ചു നല്ലോണം. രോഷരൂഷിതമുഖി. അപ്പം ആ സമയത്തോ ഈ യശോദയ്ക്ക് കുറച്ചൊരു ശുണ്ഠി വന്നു. കോപം കൊണ്ട് കലുഷിതമായിട്ടുള്ള മുഖമൊക്കെ ചുവന്ന് അങ്ങനെയല്ലേ എൻ്റെ ഉണ്ണി. അതും പാല് മറ്റേ തൈരാക്കിയിട്ട് അതിങ്ങനെ കടയണു, ആ വെണ്ണ എടുക്കണു, ആ വെണ്ണ പകുതി പോയി അവിടെ തലേ ദിവസം വെണ്ണയും കൊണ്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ കൂട്ടി ചേർക്കണം, ഭാഗവതത്തിലുള്ളതാ. അത് കഴിഞ്ഞ് ഇവിടെ നിന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാച്ചാൽ കുഴപ്പമില്ല, അവനും തിന്നാച്ചാലും കുഴപ്പമില്ല. ഈ കാക്കയ്ക്കും പൂച്ചയ്ക്കൊക്കെ കൊടുക്കുക, കുരങ്ങന്മാർക്കൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്ര ശരിയല്ല. അപ്പം അതുകൊണ്ട് രോഷരൂഷിതമുഖി കുറച്ചൊരു ശുണ്ടി എടുത്തു. എന്നിട്ടോ സഖി പുരഹ, തോഴിമാരുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ അനവധി ഗോപിമാരുണ്ട് അവിടെ നിന്നാണ്, അല്ലാണ്ട് പറ്റിച്ചല്ല, അനവധി തോഴിമാരുണ്ട്. മാത്രമല്ല ഇവർക്ക് മറ്റേ സേവനം ചെയ്യുന്ന ഭൃത്യകളൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഉണ്ട്. ബന്ധനായ, അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്ന് കെട്ടിയിടാം എന്ന് വിചാരിച്ചിട്ട് രശനാം ഉപാദതേ ബത, എന്നിട്ടോ കയറെടുത്തു എന്നാ. ഈ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഈ ഉണ്ണിയെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് കയറെടുത്തു. ത്വാം പ്രഗൃഹ്യ ബത ഭീതി ഭാവന ഭാസുരാനന സരോജമാശുസ രോഷരൂഷിതമുഖി സഖി പുരോ ബന്ധനായ രശനാമുപാദതേ. ഇങ്ങനെ യശോദ ഭയം അഭിനയിക്കുന്നതായിട്ടുള്ള ഈ താമരമുഖമുള്ള ഈ ഉണ്ണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഉണ്ണിയെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഉണ്ണിയെ ആദ്യം പിടിച്ചു. എന്നിട്ട് കോപം അങ്ങോട്ട് വന്ന മുഖത്തോട് കൂടിയിട്ട് ഈ ഉണ്ണിയെ തോഴിമാരുടെ മുമ്പിൽ വെച്ചിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് കയറെടുത്തു എന്ന് ഈ ശ്ലോകം കൊണ്ട്. ഇപ്പൊ കെട്ടിയില്ല കേട്ടോ, നീ കെട്ടാൻ പോണേല്ലോ. അപ്പോഴും കുഴപ്പമുണ്ട്, അതാണ്. ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തംഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാ ഗുണാൻ ബഹുൻ ദ്യങ്കുലോനമഖിലം കിലൈക്ഷത. സജ്ജനഃ യം ഏവ, ഈ സജ്ജനങ്ങള്, സാധുക്കള്, മഹാപണ്ഡിതന്മാരായിട്ടുള്ള തപസ്വികള്, ഈ യോഗികള്, യം ഏവ ആരെയാണോ ബന്ധും ഇച്ഛതി, കെട്ടുവാനായിട്ട്, ബന്ധുക്കളാക്കാന്നുള്ള എനിക്കല്ല, കെട്ടുവാനായിട്ട്, ബന്ധനം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാ ബന്ധുവാണ് ഇനി
ശ്രീകൃഷ്ണനൊക്കെ നമ്മുടെ ബന്ധുവായിട്ട് നമ്മൾ കണക്കാക്കണം. അങ്ങനെയാണ്. അങ്ങനെ ബന്ധും ഇച്ഛതി, കെട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഐ അല്ലയോ ഭഗവാനെ, തം ഭവന്തം, അങ്ങനെയുള്ള ഈ ഭവാനെ ബന്ധും, ബന്ധിക്കുവാനായിട്ട് ഇച്ഛതി, ഇച്ഛിക്കുന്നതായിട്ടുള്ള സാ യശോദ, അമ്മ, ആ യശോദ ബഹൂൻ, വളരെയേറെ രശനാഗുണാൻ, കയറിന്റെ കഷ്ണങ്ങൾ, കയറ് എത്രയുള്ള അവിടെ വെച്ചാൽ അതൊക്കെ തന്നെ കൊണ്ടുവന്നു. അങ്ങനെയാണ്. നിയുജ്യ, അതൊക്കെ കൂട്ടിച്ചേർത്തു. അഖിലം, അവിടുത്തെ കയറ് മുഴുവൻ തീർന്നു. എന്നിട്ടും ബാക്കി അങ്കുലോനം ഐക്ഷതാക്കില, എന്നിട്ട് രണ്ട് രണ്ട് അങ്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരല്, ഊനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ്. അങ്കുലം ഊനം ആണ് അങ്കുലോനം. അങ്കുല ഊനം, രണ്ട് അങ്കുലത്തിന്റെ കുറവ്. അപ്പോ ആ ഉ എന്ന് ചേരുമ്പോ ഓ എന്ന് പറഞ്ഞു. ആ ഊ എന്ന് ചേരുമ്പോ ഓ എന്ന് പറഞ്ഞു. ആ അങ്കുലം, ഈ ആ വരുമ്പോ ദ്വിഅങ്കുലം, ദ്വിഅങ്കുലം, ദ്വിഅങ്കുലോനം ഐക്ഷതാക്കില. അപ്പൊ ബന്ധും ഇച്ഛതി യം ഏവ സജ്ജനഃ തം ഭവന്തം ഐ ബന്ധും ഇച്ഛതി സ നിയുജ്യ രശന ഗുണാൻ ബഹൂൻ അങ്കുല ഊനം അഖിലം കില ഐക്ഷത. ഇപ്പൊ ഇവിടെ പദച്ഛേദം നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വായിക്കുമ്പോൾ ആകെ ചുക്കുമോൾ അകുതി പരിയായിട്ട് മാറും. ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തം ഭവന്തമൈ ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാഗുണാൻ ബഹൂൻ ദ്വ്യങ്കുലോനമഖിലം കിലൈക്ഷതാം. ബന്ധും ഇച്ഛതി യം ഏവ സജ്ജനഃ തം ഭവന്തം ഐ ബന്ധും ഇച്ഛതി സ നിയുജ്യ രശനാ ഗുണാൻ ബഹൂൻ അങ്കുല ഊനം അഖിലം കില ഐക്ഷത. ഇപ്പോൾ സജ്ജനങ്ങള്, ഇവിടെ സജ്ജനങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് സജ്ജന എന്നുള്ള ആ അർത്ഥത്തിലല്ല. പണ്ഡിതരായിട്ടുള്ള മഹാഭക്തന്മാര്, യോഗികള്, എല്ലാ കഴിവുമുള്ള മഹാകേമന്മാർക്ക് പോലും എന്ത് കിട്ടണില്ല? ഭഗവാനെ കിട്ടണില്ല. അപ്പൊ അവരെ ബന്ധുവായിട്ട് ആഗ്രഹിക്കുന്നു, അവരെ കെട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, അവരെ സ്വന്തം എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടണം എന്നുള്ള, എൻ്റെ ഹൃദയത്തിൽ കിട്ടണം എന്ന് കണക്കാക്കണു. ആ ഭഗവാനെയാണ് ഇവിടെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് യശോദ കയറിന്റെ കഷ്ണം എടുത്തത്. അപ്പൊ അത് കഴിഞ്ഞില്ല. അപ്പൊ വീട്ടിലെ കയറുകളൊക്കെ കൊണ്ടുവന്നു. എന്നിട്ടും രണ്ടങ്കുലം കുറവായിട്ട് കണ്ടു. അപ്പൊ അതാണ് വിസ്മിതോസ്മിത സഖീ ജനേക്ഷിതാം സ്വിന്ന സന്ന വപുഷം നിരീക്ഷ്യതാം നിത്യമുക്ത വപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യഥാം. ഹരേ ഭഗവാനെ വിഷ്ണു, ത്വം താം, അങ്ങ് ഭഗവാനെ ആ അമ്മയെ, യശോദ അമ്മയെ വിസ്മിത, വളരെയധികം വിസ്മയിപ്പിച്ചുകൊണ്ട്, വിസ്മയിച്ചവരായിട്ടുള്ള, പിന്നെയോ ഏതാത് സഖികളാണ് കേട്ടോ. വിസ്മിതോസ്മിത സഖീജനെ ക്ഷിതാം. ഇപ്പോൾ വളരെയധികം വിസ്മയിക്കപ്പെട്ടു എന്നുള്ളത് ശരി, വിസ്മിതകളാണ്. പിന്നെ ഉസ്മിതകളും കൂടിയാണ്. വിസ്മിത ഉസ്മിത, അതാണ്. അവര് ഉറക്ക ചിരിച്ചു എന്നാ, അതാണ് ഈ ഉസ്മിത. വിസ്മിതകളായിട്ട് ഉസ്മിത, ഉറക്ക ചിരിച്ചു. വിസ്മിത ഉസ്മിത, ആ ഉ ഓ എന്ന് വന്നു ഇല്ലേ? നമ്മൾ ദ്വ്യങ്കുലോനം, അങ്കുല ഊനം. ഇവിടെ അതുപോലെ വിസ്മിത ഉസ്മിത, ഉസ്മിത, വിസ്മിത ഉസ്മിത. അപ്പോ രണ്ട് ആകാരം ഊകാരം കൂടി ചേർന്നപ്പോ അത് ഓകാരമായിട്ട് മാറി. രണ്ട് സ്വരം മൂന്നാമത്തെ സ്വരമായപ്പോഴേക്കും മാറി. ആ ഉ ഓ എന്നായി. വിസ്മിത ഉസ്മിത ഉൽസ്മിത സഖീജനെ, അങ്ങനെയുള്ള ഈ സഖീജനങ്ങള് ഈക്ഷിതാം, സഖീജന ഈക്ഷിതാം, സഖീജന ഈക്ഷിതാം. ആ ഈ ആയിപ്പോ എ ആയി, അതാണ്. ആ ഈ ആയിപ്പോ എ ആയി. ഇവിടെ ആ ഉ ആയിപ്പോ ഓ ആയി, അതാണ്. ഇപ്പൊ വാക്കുകൾ മുറിക്കുമ്പോ അങ്ങനെ ആയാലും നമുക്ക് മനസ്സിലാവണം, അതാണ്. സഖീജന ഈക്ഷിതാം സ്വിന്ന സന്ന വപുഷാം. മാത്രമല്ല പിന്നെന്തായത്? സിന്ന സന്ന. അപ്പൊ അവിടെ വേർത്തു, ക്ഷീണിച്ചു, അതാണ്. സ്വേദജം
കേട്ടിട്ടില്ലേ? സ്വേദം എന്ന് പറഞ്ഞാൽ വിയർപ്പാണ്. അപ്പോൾ സ്വിന്ന സന്ന മാത്രമല്ല, അപ്പം എന്ത് സംഭവിച്ചു? ക്ഷീണമുണ്ടായി, വിയർപ്പുണ്ടായി. ആരൊക്കെ? ഈ യശോദയ്ക്ക്. കയറെടുക്കാൻ കൊണ്ടുവന്നിട്ടും പിടിക്കാൻ കെട്ടാൻ വേണ്ടിയിട്ട് പിടിക്കാൻ ഓടി ഓടി അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ക്ഷീണിച്ചു, വിയർത്തു. സ്വിന്ന സന്ന വപുഷാം, അങ്ങനെ ക്ഷീണിച്ചതായിട്ട് ശരീരത്തോട് കൂടിയിട്ട് നിരീക്ഷ കണ്ടു. അപ്പോഴോ നിത്യമുക്ത വപു, ഈ ഭഗവാൻ ശാശ്വതമായിട്ടുള്ള മുക്തനാ, ആരാലും കെട്ടാൻ പറ്റില്ല. എന്നിട്ടോ നിരീക്ഷ്യ നിത്യമുക്ത വപുഹു അഭി കൃപയാ, വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, കാരുണ്യത്തോട് കൂടിയിട്ട്, വാത്സല്യത്തോട് കൂടിയിട്ട് മകൻ അമ്മയെ ബന്ധമേവ, ബന്ധനം തന്നെ അന്വമന്യഥ അനുവദിച്ചു. അമ്മയെ കെട്ടിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നടത്തിയത്. അങ്ങനെയല്ലാത്ര ശരിക്ക് അമ്മ ഇതാ കെട്ടിയിട്ടുണ്ടല്ലോ, ഇതാ ഞാൻ കെട്ടി, ഉണ്ണി തന്നെ സ്വയം കെട്ടിയതാ. അപ്പോൾ ഉണ്ണി തന്നെ കെട്ടിയിട്ട് അമ്മ എന്തിനത്ര പരിഭ്രമിക്കണത്, അമ്മ എന്നെ കെട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. നീ യശോദ ആദ്യം ഒന്നുകൂടി കെട്ടിയോ എന്ന് വെച്ചാൽ അത്രയുള്ളൂ. ഏതായാലും ആ അമ്മയെ ഉണ്ണി സമാധാനിപ്പിച്ചത് എങ്ങനെയാണ്? കെട്ടിയിട്ടുകൊണ്ട്. വിസ്മിത ഉസ്മിത സഖീജന ഈക്ഷിതാം സ്വിന്ന സന്ന വപുഷം നിരീക്ഷ്യ താം നിത്യമുക്ത വപുഹു അപി അഹോ ഹരേ ബന്ധം ഏവ കൃപയാ അന്വമന്യഥ. ഇപ്പൊ ഭഗവാനെ അങ്ങ് വളരെ വിസ്മയിച്ചവരായിട്ടുള്ള, ചിരിക്കുന്നതായിട്ടുള്ള ആ സഖീജനങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലോണം ക്ഷീണിച്ച് വിയർത്തിട്ട് ശരീരമാകെ കുറച്ചൊരു എന്താ പറയുക, വളറി കുറച്ചൊരു ജാള്യതയും പലതും വന്നു. അങ്ങനെ ഭഗവാനെ ശാശ്വതമായിട്ട് ഒരാൾക്കും കെട്ടാൻ സാധിക്കില്ല, കാരണം ശാശ്വതമായിട്ട് മുക്തനാണ് ഭഗവാൻ. അങ്ങനെ മുക്തനായിട്ടുള്ള ആ ഭഗവാന്റെ ശരീരത്തോട് കൂടിയിട്ട് ഈ അമ്മയ്ക്ക് ഒരലിൻ്റോട് കൂടിയിട്ട് കെട്ടാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിത്യമുക്തനായിട്ടുള്ള ദേഹം എന്നുള്ള ബോധം പോലും ഈ പരബ്രഹ്മമായിട്ടുള്ള ശ്രീകൃഷ്ണനില്ല. അപ്പോൾ ആ ദേഹത്തിനെയാണ് അപ്പോൾ അവിടെ അമ്മ കെട്ടാൻ നോക്കുന്നത്. അപ്പോൾ ആ അമ്മയുടെ ഈ കെട്ടല് പക്ക പ്രാകൃതികം മാത്രമേ ആവുന്നുള്ളൂ എന്ന് സാരം. അത് പോരാ എന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നേരം സാരം. പ്രാകൃതികമായിട്ട് കെട്ടിയാൽ പോരാ, അതിനെങ്ങനെ കെട്ടണം? ഈ ആധ്യാത്മികമായിട്ട് ഈശ്വരൻ എന്ന രീതിയിൽ, ബ്രഹ്മം എന്ന രീതിയിൽ ഹൃദയത്തിൽ അങ്ങോട്ട് കുടിയിരുത്തണം, അങ്ങനെ കെട്ടണം. അതിനുവേണ്ടി ശ്രമിക്കുന്ന ആർക്കൊന്നും തരാവണില്ല. അമ്മയ്ക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ ഈ ഉണ്ണിയെ കെട്ടാൻ തരാകുക. എന്താ കാരണം? ഉണ്ണിയുടെ ആനുകൂല്യമുണ്ട്, കൃപയുണ്ട്. അതുകൊണ്ട് കൃപയ അനുകമ്പയോട് കൂടിയിട്ട് ബന്ധമേവ അന്വമന്യഥ, ബന്ധനം തന്നെ അനുവദിച്ചു എന്നാ. അമ്മയെ കെട്ടിക്കോളൂ കേട്ടോ, കെട്ടിക്കോളൂ എന്നല്ല, ഇതാ കെട്ടിയുണ്ടല്ലോ അമ്മ, അങ്ങനെയാണ്. സ്ഥീയതാം ചിരമുലൂഖലേ ഖലേ ഇതി ആഗതാ ഭവനമേവ സായതാം പ്രാഗുലൂഖല വിലാന്തരേ തദാ സർപ്പിരാർപ്പിതമദന്നവാസ്ഥിതാം. ഇതാ എപ്പോഴാണോ ഖല, കുറച്ചൊരു വഞ്ചന ചെയ്യുന്നവരാണ് ഖലന്മാർ, കള്ളത്തരങ്ങൾ കാണിക്കാൻ. ഖല ചിരം, എന്നിട്ട് അമ്മ ഉണ്ണിയെ വിളിച്ച് പറയാ, കള്ള കൃഷ്ണ, കള്ള കള്ള കൃഷ്ണ. ചിരം ഉരൂഖലേ, കുറച്ചു നേരം ഇവിടെ ഈ ഒരലില് സ്ഥീയതാം. അപ്പോൾ അവിടെ ഒരലിനോട് പിടിച്ച് കെട്ടി. ഒരലിനോട് പിടിച്ച് കിട്ടിയത് മുഴുവൻ വിസ്തരിച്ച് പറയാനുള്ള സമയം സ്ഥലമില്ല, ഇപ്പം വാക്കുകൾ കൊള്ളിക്കാനുള്ള സ്ഥലമില്ല അവിടെ. അപ്പോൾ ആ ഒരലിൽ പിടിച്ച് കെട്ടി. എന്നിട്ടോ സ്ഥീയതാമിതി, ഇങ്ങനെ അവളെ കിടക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ടോ ആ അമ്മ യശോദാമ്മ ഭവനമേവാഗത, ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. എന്നുവെച്ചാൽ അടുക്കള പണിക്ക് പോയി എന്നർത്ഥം. ഇത് ഓരോരുപ്പര എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരവും. അപ്പോൾ ഓരോരുപ്പരയിൽ നിന്ന് നേരെ അടുക്കളയിലേക്ക് പോയി. എന്നിട്ടോ സ ഭവനമേവ ആഗത തഥാ പ്രാക്ക് ഉരൂഖല വിലാന്തരെ, അതിന് തൊട്ട് മുന്നേ ആയിട്ട് അമ്മ ഉരൂഖല വിലാന്തരെ, ഈ ഉരലിന്റെ കുഴിയിൽ അർപ്പിതം വെച്ചതായിട്ടുള്ള സർപ്പി വെണ്ണ, അതൻ അവാസ്ഥിത ഭക്ഷിക്കുന്നവനായിട്ട് അവാസ്ഥിത സ്ഥിതി ചെയ്തു. അപ്പോൾ ഒരലിന്റെ ഉള്ളിൽ സൂക്ഷിച്ചതായിട്ടുള്ള വെണ്ണ കുറയുണ്ട്, അത് മുഴുവൻ ശാപ്പിട്ടു. ഉണ്ണി അതൊക്കെ കഴിച്ചു എന്ന് പറയാണ്. ഉലൂഖല വിലാന്തരെ, ഒരലിന്റെ ഉള്ളില്, ഉലൂഖല വിലാന്തര, ഒരലിന്റെ ഉള്ളില് അർപ്പിതം വയ്ക്കപ്പെട്ടതായിട്ടുള്ള സർപ്പി, ആ വെണ്ണയെ അത് തിന്നു. എന്നിട്ടോ അവാസ്ഥിത സ്ഥിതി ചെയ്തു. അങ്ങനെ സ്ഥിതി ചെയ്തു വെച്ചാൽ ഒക്കെ കഴിച്ചു എന്നർത്ഥം. അതാണ് യഥാ ഖല ചിരം ഉലൂഖലെ സ്ഥീയതാം ഇതി സ ഭവനം ഏവ ആഗത.
തഥാ പ്രാക്ക് മുന്നേ നടത്താം. പ്രാക്ക് വെച്ചാൽ മുന്നേ. ഉലൂഖല വിലാന്തരെ അർപ്പിതം സർപ്പിഹി അതൻ അവാസ്ഥിത അവാസ്ഥിതാഹ അവാസ്ഥിതാഹ ഇങ്ങനെയാണ്. അങ്ങനെ വേണ്ടി നിന്നിട്ട് ഉണ്ണിക്ക് സുഖമായി. അങ്ങനെ ഉണ്ടായത്. സ്ഥീയതാം ചിരമുലൂഖലേ ഖലേ ത്യാഗതാ ഭവനമേവ സായത പ്രാഗുലൂഖല വിലാന്തരേ തഥാ സർപ്പിരർപ്പിതമതന്നവാസ്ഥിത യദ്യപാശസുഗമോ വിഭോ ഭവാൻ സംയത കിമു സപാശയാനയാ ഏവമാദിവിജൈരഭിഷ്ടുതോ വാദനാഥ പരിപാഹി മാം ഗതാത്. അവിടെ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. ഈ ദശകം അവസാനിപ്പിക്കുകയാണ് മേപ്പത്തൂര്. അല്ലയോ ഗുരുവായൂരപ്പ, വാദനാഥനായിട്ടുള്ള ഗുരുവായൂരപ്പ, ഭഗവാനെ അങ്ങ് യതി ആഭാഷസുഗമഃ, അഥവാ ഈ ബന്ധമില്ലാത്തവർക്ക്, അപാശന്മാർക്ക്, കയറില്ലാത്തവർക്ക് എളുപ്പം പ്രാപിക്കാവും എങ്കിൽ എന്നുവെച്ചാലോ, പ്രപഞ്ചവുമായിട്ട് വല്ലാതെ കണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാനെ ലഭിക്കില്ല. ഭഗവാനുമായിട്ട് മാത്രം ബന്ധപ്പെടുകയാണെങ്കിലോ ഭഗവാനെ കിട്ടാൻ എളുപ്പാ. അപ്പോൾ അപാശന്മാർക്ക്, പാശമില്ലാത്തവർക്ക്, പ്രകൃതിയുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് എളുപ്പം പ്രാപിക്കാൻ, അതാണ് അപാശസുഗമ. ഭഗവാനെ അങ്ങ് അപാശസുഗമനാണ്. പ്രകൃതിയുമായിട്ട് ബന്ധമില്ലാത്തവർക്ക്, കെട്ടപ്പെടാത്തവർക്ക് വളരെ എളുപ്പമായിട്ട് ഭഗവാനെ കിട്ടും. സപാശയ, അപ്പോൾ അങ്ങനത്തെവർക്ക് ഭഗവാനെ ഈ സപാശയ ആണ്, പാശമാണ്. ആർക്ക് പാശം? ബ്രഹ്മത്തെ അന്വേഷിക്കുന്ന, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടാത്തതായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനെ കിട്ടും. കെട്ടാൻ കിട്ടും, ഹൃദയത്തിൽ കുടിയിരുത്താൻ സാധിക്കും, ഹൃദയത്തിൽ കെട്ടിടാൻ പറ്റും. അനയ, ഈ ഭക്തയായിട്ടുള്ള യശോദാമ്മയാൽ കിമു സംയത, എങ്ങനെയാണ് ബന്ധിക്കപ്പെട്ടത്? കാരണം എന്ത്? യശോദാമ്മ തപസ് ചെയ്തിട്ടാണ് കൃഷ്ണനെ മകനായിട്ട് കിട്ടിയതേ. അപ്പൊ കെട്ടാൻ സാധിക്കും. അങ്ങനെ കെട്ടിയിട്ടു. പിന്നെയോ ഏവമാതി, ഇങ്ങനെയുള്ള രീതിയിൽ ദിവിജൈഹി, ഈ ദേവഗണങ്ങളാൽ, ദേവന്മാർക്ക് സ്വതേ ഭക്തിയില്ല, പക്ഷെ അതിഥിക്ക് ഭക്തിയുണ്ട്. അതിഥി ഭക്തയാണ്. അതുകൊണ്ട് തന്നെ കശ്യപന്റെ പത്നിയായിട്ടുള്ള അതിഥി ഈ ഭഗവാനെ സ്വന്തം പുത്രനായിട്ട് ഇപ്പൊ 3 ജന്മം കഴിഞ്ഞു, ഇത് 4ാമത്തെ ജന്മപതി. ഇനി അങ്ങനെ എത്രയെങ്കിലും ഉണ്ടോ ഒട്ടും നിശ്ചയമില്ല, അത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. കൃഷ്ണഗർഭനായിട്ടും അതേപോലെ വാമനനായിട്ടും ശ്രീരാമനായിട്ടും ഇപ്പതാ ശ്രീകൃഷ്ണനായിട്ടും ഇങ്ങനെ കിട്ടിയതായിട്ടുള്ള ഈ ഉണ്ണി പരബ്രഹ്മമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്തയായതുകൊണ്ടാണ് ഇങ്ങനെ സപാശയ ആയത്. അപ്പൊ പാശത്തോട് കൂടിയിട്ട് ആ അമ്മയ്ക്ക് ആ ഉണ്ണിയെ കിട്ടി. പക്ഷേ ഇങ്ങനെ ഈ അമ്മയ്ക്ക് ഇങ്ങനെ പ്രാകൃത ഭാഗത്തിലേക്ക് ഉണ്ണി കിട്ടുമോ എന്ന് ദേവന്മാരെ തൊട്ടോട് ചോദിക്കുക. ഏവമാതി ദിവിജൈഹി, ഇങ്ങനെയുള്ള പ്രകാരത്തിലെ ദേവഗണങ്ങള് അഭിഷ്ടുത സ്തുതിക്കപ്പെട്ടപ്പോ ത്വം മാം ഗതാത് പരിപാഹി, അങ്ങനെയുള്ള സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂര്. എന്താ കാരണം? ഇപ്പോ മേൽപ്പത്തൂര് ഭക്തനാണ്, പണ്ഡിതനാണ്. ഇപ്പോ വാതരോഗം വന്നിട്ട് ഇവിടെ വന്ന് ഭഗവാന്റെ കഥകളെ പറയുന്ന അത് ഭഗവാനെ കേൾപ്പിക്കുകയാണ്. ഭഗവാൻ മാത്രമാണ് ശ്രോതാവ്. ഭാഗവതമാണ് പറയണത്, സംഗ്രഹിച്ചാണ് പറയണത്. എല്ലാവരും അന്വേഷിക്കുന്നു ഭഗവാനെ യോഗി തലത്തില്, ഉപാസന സമ്പ്രദായത്തില്. അവർക്കൊന്നും കിട്ടണില്ല. പക്ഷെ ഈ അമ്മയ്ക്ക് ഇതാ കിട്ടി. അതേപോലെ എനിക്കും അങ്ങയെ കിട്ടണം. അങ്ങ് എനിക്കും എൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കണം. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്ന എന്താ ഗുണം? എൻ്റെ ശരീരത്തിൻ്റെ ഈ വാതരോഗം അങ്ങ് തീർക്കും. കാരണം സ്വസ്ഥത ഉണ്ടാവില്ലല്ലോ. എനിക്ക് രോഗം മാറ്റിത്തരും, ഭവരോഗം മാറ്റിത്തരും, ഭക്തി ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കണേ, എന്നെ രക്ഷിക്കണേ ഗുരുവായൂരപ്പ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു മേൽപ്പത്തൂര്. അങ്ങനെ ആ ദശകത്തെ അവിടെ കഴിഞ്ഞു. ഇനി ഒരു ബാക്കിയുള്ളത് അടുത്ത ദശകത്തിലാണ്. യദി അപാശ സുഗമഃ വിഭോ ഭവാൻ സംയതഃ കിമു സപാശയ അനയ ഏവം ആദി ദിവിജൈഹി അഭിഷ്ടുതഃ വാദനാഥ പരിപാഹി മാം ഗതാത്. യദ്യപാശസുഗമോ വിഭോ ഭവാൻ സംയതഃ കിമു സപാശയാനയ ഏവമാദി ദിവിജൈരഭിഷ്ടുതോ വാദനാഥ പരിപാഹി മാം ഗതാത്. ഇതിൻ്റെ ബാക്കി ഭാഗം 48ാമത്തെ ദശകം നമുക്ക് നാളെ വായിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ.